പ്രൈസ് ദി ലോർഡ്. ഹെൽപ്പ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പോൾ ഈ ദിവസങ്ങളിൽ അടുപ്പിച്ച് ഞാൻ 2 വ്ളോഗുകൾ ഇട്ടിരുന്നു. കാണാത്തവർ അത് കാണാൻ ശ്രമിക്കണം. ഈ വ്ളോഗുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. വ്ളോഗുകൾ ഇടാൻ പറഞ്ഞിട്ടുള്ള പലരും വ്ളോഗുകൾ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വ്ളോഗ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ടൈം അതിന് പോകും. ഒരു ദിവസത്തെ ഫുൾ എനിക്ക് വീഡിയോ എടുക്കണം. അത് കൂടാതെ അതിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ 2-3 ദിവസത്തെ ജോലിയാണ് ഒരു വ്ളോഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വ്ളോഗുകൾ കാണണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്പുമായിട്ടാണ്. നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ്. തലയിലെ താരൻ പോകാൻ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ വീഡിയോസ് ആണ് ആര്യവേപ്പിലയുടെ ഒരു ടിപ്പ്, അതുപോലെ തന്നെ ആപ്പിൾ സൈഡർ വിനെഗർ കൊണ്ടുള്ളത്. ഇതൊന്നും നിങ്ങൾക്ക് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ഒരു ടിപ്പ് കൂടി ഇപ്പോൾ പറയുന്നു. ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഏത് വീട്ടിലും ലഭ്യമാണ്. ആരുടെ വീട്ടിലും ഇതില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. തലയിലെ താരൻ വളരെ നന്നായിട്ട് പോകുവാനും മുടിയുടെ വളർച്ചയും സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി സിൽക്കി ആകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടിപ്പാണിത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്, പക്ഷെ അത് വേണ്ട രീതിയിൽ ആരൊക്കെ കേട്ടിട്ടുണ്ടെന്നറിയില്ല. കാരണം കുറെ ടിപ്സുകൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ എൻ്റെ അടുത്ത് ആര്യവേപ്പില കിട്ടുന്നില്ല, അല്ല എങ്കിൽ ആപ്പിൾ സൈഡർ വിനെഗർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇത് ട്രൈ ചെയ്യുക. വേണ്ടത് കോഴിമുട്ട. 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അതിൽ ഒന്ന് കോഴിമുട്ട. അത് നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച്, മുടിയുടെ കനം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. 1-ഓ 2-ഓ. അതിന്റെ വെള്ള മാത്രം മതി, നമുക്ക് മഞ്ഞ വേണ്ട. അപ്പോൾ മുട്ടയുടെ വെള്ള. പിന്നെ അതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണയും നിങ്ങളുടെ മുടിയിൽ തേക്കാൻ എത്രയും വേണോ, നിങ്ങളുടെ മുടിയുടെ നീളവും ഉള്ളവും ഒക്കെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എത്രത്തോളം വേണ്ടി വരുമോ അത്രത്തോളം എടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അത് മുട്ടയുടെയും എണ്ണയുടെയും അളവനുസരിച്ചെടുക്കാം. നാരങ്ങ. ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, നാരങ്ങ മുടി നരയ്ക്കത്തില്ലേ, മുടി വളർച്ചയ്ക്ക് നല്ലതല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നവർ ദയവേത് നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും വായിച്ചറിയാനൊക്കെയുള്ള അറിവുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. മുടിക്ക് നാരങ്ങയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ തേച്ചാൽ നരയ്ക്കുമോ, സത്യമോ മിഥ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണാം. എല്ലാ വീഡിയോയിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വെറുതെ ഞാൻ വീഡിയോ ലോങ് ആക്കുന്നില്ല. അപ്പൊ ആർക്കെങ്കിലും ഈ ചോദ്യം ചോദിക്കാൻ വരുന്നു എങ്കിൽ, ആർക്കെങ്കിലും ഇങ്ങനെ ചോദിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യുക, നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ചെയ്യേണ്ട വിധം ഇത് 3ഉം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക. മുട്ടയുടെ വെള്ള, വെളിച്ചെണ്ണ തന്നെ വേണം. വേറെ ഏതെങ്കിലും എണ്ണ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് വെന്ത വെളിച്ചെണ്ണ, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് എടുക്കാം. പിന്നെ നാരങ്ങ നീര്. ഇത് 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയോട്ടിയിലും മുടിയിൽ പറ്റിക്കോട്ടെ, ഒരു പ്രോബ്ലം ഇല്ല. മുടിയിലും നമ്മുടെ തലയോട്ടി സ്കാൽപ്പിലും ഒക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 4-5 മിനിറ്റ് മസാജ് ചെയ്യുക. അത് മസാജ് എന്ന് പറയുമ്പോൾ അങ്ങ് ശക്തിയോടിട്ട് മസാജ് ചെയ്യരുത് ഒരിക്കലും. നമ്മുടെ തലയിൽ സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് കഴുകി കളയാം. ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യാം. ഒരു 3-4 അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്കിതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. നിങ്ങളിൽ പലർക്കും അറിയാം, ഞാൻ വെറുതെ ഒരു വീഡിയോയും ചെയ്യാറില്ല. ഇത് നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഷാമ്പു യൂസ് ചെയ്യുന്നുവെങ്കിൽ ഒത്തിരി യൂസ് ചെയ്യേണ്ട, കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.